ഓണം കെങ്കേമാക്കല്ലേ. ഈ ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതും ഞാൻ നമിക്കുന്നതും ഈ കഥകൾ ഉണ്ടാക്കി കുറച്ച് ആൾക്കാർ. ഈ കഥകൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇത്രയധികം കച്ചവടം, ഇങ്ങനത്തെ ഒരു ഓണം സീസൺ ഉണ്ടാകുമായിരുന്നു, ഇത്രയധികം സിനിമകൾ ഉണ്ടാകുമായിരുന്നു, ഈ പൂക്കൾ ഉണ്ടാകുമായിരുന്നു, പൂ കച്ചവടം ഉണ്ടാകുമായിരുന്നു, ഈ ഡ്രസ്സിൻ്റെ ഒരു ലോകം ഉണ്ടാകുമായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ഓണം എന്ന മഹാബലിയുടെയും മാമനൻ്റെയും ആ കഥയാണ്. ഇതേപോലത്തെ എത്രയെത്ര കഥകളാണ് ലോകം മുഴുവനും ഉള്ളത്. ഈ കഥകളുടെ പിൻബലത്തിലാണ് എത്രയെത്ര കച്ചവടങ്ങൾ, എത്രയെത്ര സംസ്കാരങ്ങൾ, എത്രയെത്ര രാജ്യങ്ങൾ, എത്രയെത്ര മാർക്കറ്റുകൾ നിലനിൽക്കുന്നത്. ഓരോ ഓണവും യഥാർത്ഥത്തിലൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളെപ്പോഴും എല്ലാ തവണയും ഓണത്തിന് ഒരുമിച്ച് കൂടും. ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിൽ. അങ്ങനെയുള്ള മലയാളികളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഈ ഓണം വരുമ്പോൾ നമ്മളെപ്പോഴും തിരിഞ്ഞു നോക്കുന്നത് കഴിഞ്ഞ ഓണങ്ങളിലേക്കാണ്. അന്നുണ്ടായിരുന്ന നമ്മളാണോ ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഒപ്പം അടുത്ത തവണ ഈ ഓണം എങ്ങനെ ആഘോഷിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ്. എത്ര മനോഹരമായിട്ടാണ് അറിവുള്ള, അനുഭവങ്ങളുള്ള, അത്രയും വിഷണറി ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കഥകൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. മുൻപ് ആരൊക്കെയോ വെട്ടിത്തന്ന കഥകളുടെ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിന്നാലെ വരുന്ന ഇനിയുള്ളവർക്ക് കൂടെ വെളിച്ചം നൽകാൻ കഴിയുന്നതാകട്ടെ നമ്മൾ ഓരോരുത്തരുടെയും കഥകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.